ദിമാഗി നക്സൽ ദിമാഗി നക്സൽ ജനതാ പാർട്ടി എന്ന് പറയുന്ന പുതിയൊരു പാർട്ടി കൂടി രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണ ഇതിൻ്റെ ഫൗണ്ടർ ആകാൻ വേണ്ടി യോഗം കിട്ടിയ ഒരാളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, ഇൻഡയറക്റ്റായിട്ടാണെങ്കിൽ. കാരണം അദ്ദേഹം ചെങ്കോട്ടയിൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ടായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ ദിമാഗി നക്സൽ എന്ന് പറയുന്ന ഒരു കാര്യം ഉന്നയിച്ചത്. ഇന്ത്യയിലെ 1208 വരുന്ന വില്ലേജുകളിൽ, ഗ്രാമങ്ങളിലൊക്കെ തന്നെ നക്സൽ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനമുണ്ടായിരുന്നുവെന്നും ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഭരണം 12 കൊല്ലം കഴിയുമ്പോഴേക്കും അത് യഥാർത്ഥത്തിൽ 11 സ്ഥലങ്ങളിൽ മാത്രമായി ചുരുങ്ങുന്നു എന്നുള്ളതുമായൊരു ഗവൺമെൻറ്റിൻ്റെ അവകാശവാദം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ യഥാർത്ഥത്തിൽ ആയുധമെടുക്കുന്ന നക്സലുകളെല്ലാം തന്നെ ഒഴിവായി, പക്ഷേ ചിന്തിക്കുന്ന, തലച്ചോറ് കൊണ്ട് നക്സലുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ദിമാഗി നക്സൽ എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്തിയത്. നേരത്തെയും അദ്ദേഹം ഇതുപോലെയുള്ള പല പ്രയോഗങ്ങളുമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആന്തോളൻ ജീവി എന്ന് പറഞ്ഞൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അത് സമരം മാത്രം തൊഴിലായി കൊണ്ട് നടക്കുന്നവരെയാണ്. കൂടാതെ അദ്ദേഹം JNUവിലെ ഇടത് വിദ്യാർത്ഥികളെ ആക്ഷേപിച്ചുകൊണ്ട് തന്നെ ടുക്കട ഗ്യാങ് എന്ന് പറഞ്ഞ് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ പോകുന്നവരാണ് എന്ന് പറയുന്ന ചില വേർഡൊക്കെ തന്നെ കോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ യഥാർത്ഥത്തിൽ അർബൻ നക്സൽ എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം വേർഡ് കോയിൻ ചെയ്തിട്ടുണ്ട്. അത് എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനുമായിട്ടുള്ള വിവേക് അഗ്നിഹോത്രിയൊക്കെയാണ് അത്തരത്തിലുള്ള പല അർബൻ നക്സൽ പ്രയോഗങ്ങളുമൊക്കെ പിന്നീട് പോപ്പുലറാക്കിയത്. അതിനു മുമ്പൊക്കെ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അർബൻ നക്സലുകളെ തന്നെ ഭീമ കൊറേഗാവ് കേസടക്കം നിരവധി കേസുകളിൽ ഗവൺമെൻറ് പിടിച്ചകത്തിട്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പ്രബീർ പുർക്കായസ്ഥ ന്യൂസ് ക്ലിക്കിൻ്റെ ആളുകളെയും ഒക്കെ പിടിച്ചകത്തിട്ടത്. അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം, ഒരു കപ്പ് വെള്ളം പോലും കൈകൊണ്ടെടുക്കാൻ കഴിയാത്ത, സ്ട്രോ ഉണ്ടെങ്കിൽ മാത്രം കുടിക്കാൻ കഴിയുന്ന സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു ഫാദറിനെ അടക്കം ആളുകളെ പിടിച്ച് അകത്തിടുകയും ഏറ്റവും ഒടുവിൽ ഒരു സ്ട്രോയും സ്പൂണും അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പോലും ചോദിച്ചിട്ട് അതുപോലും ജയിലിൽ കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. അന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ഇപ്പോൾ ഒരു ഓൺലൈൻ പോർട്ടൽ എടുത്താണ്, യൂട്യൂബറാണ്. അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്റ്റാൻ സ്വാമിയെ സ്വർഗത്തിലേക്ക് അയച്ചതിന് മോദിക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതൊക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളോട് പറയട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള പല പ്രയോഗങ്ങളുമൊക്കെ തന്നെ നടത്തിയിരുന്നു. ആ പ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും ആദ്യം വന്നേക്കാണ് ദിമാഗി നക്സൽ ജനതാ പാർട്ടി എന്നാണ്. പക്ഷേ നേരത്തെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം വേറെയായിരുന്നു. പലപ്പോഴും ഈ പ്രയോഗങ്ങൾ ഞങ്ങൾക്കെതിരെ ആയിരിക്കുമോ എന്നുള്ള ഒരു ഭയമാണ് ആളുകൾക്കുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഭയം യഥാർത്ഥത്തിൽ ഉണർത്താനായിട്ട് ഇതൊക്കെ തന്നെ സഹായിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ കേസിൽപ്പെടുകയും ആ കേസിൽപ്പെട്ടുകൊണ്ട് വർഷങ്ങളോളം തന്നെ ജയിലിൽ കിടക്കുകയും വിചാരണ പോലും നടത്താതെ ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ അനീതികളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ മാറിയ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെതിരായ ചില പ്രക്ഷോഭങ്ങളോ പ്രൊട്ടസ്റ്റുകളോ അല്ലെങ്കിൽ അവർ ഈ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരെ രാജ്യദ്രോഹികളെന്നൊക്കെ വിളിച്ചാൽ പോലും ആളുകൾക്ക് ഭയമില്ലാതായിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവെന്ന് പറയുന്നത് CJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ് പറഞ്ഞത്. ആ കോക്രോച്ച് ജനതാ പാർട്ടി അത് വരികയും അവരെ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികളാണെന്നും ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ഫോളോവേഴ്സാണെന്നും നിങ്ങളുടെ പുറകിൽ ഈ പറയുന്ന ജോർജ് സോറോസിൻ്റെ ഫണ്ടുണ്ടെന്നും നിങ്ങൾ അമേരിക്കയുടെയൊക്കെ സ്വാധീനത്തിന് വഴങ്ങിയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള ന്യായീകരണങ്ങളും പറഞ്ഞു നോക്കുകയൊക്കെ ചെയ്തെങ്കിലും അവർ ദേശസ്നേഹികം ഇല്ലാത്തവരാണെന്നൊക്കെ പറയുമെങ്കിലും അവർ യഥാർത്ഥത്തിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ അത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് മറുപടി പോലും കൊടുക്കാതെ അവർ വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുകയും ജാമറുകൾ വെച്ച് യഥാർത്ഥത്തിൽ അവിടെയൊക്കെ തന്നെ നെറ്റ് കണക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റു വാർത്തകൾ ഈ സമരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നും പോലും അറിയാതെ ഇന്ത്യൻ യുവത്വം അവിടെ സമരം നടത്തുകയും ഏറ്റവും ഒടുവിൽ 39 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സമരത്തിൽ അടിയറവ് പറയേണ്ടി വരികയും അവരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുക്കേണ്ടി വരികയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. അതിനുശേഷം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രിക്ക് ആദ്യമായി രാജിവെക്കേണ്ടി വന്നു. അതിനു മുമ്പ് കർഷക സമരമൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഞങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കി നിൽക്കുന്നു എന്ന് BJP വിചാരിച്ച സമയത്താണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭം ഉണ്ടാകുന്നത്. ആ പ്രക്ഷോഭത്തിന് ശേഷം നമ്മുടെ നരേന്ദ്രമോദി തന്നെ ഈ കുട്ടികളോടൊപ്പം തന്നെ ചേരുകയും അതുകൂടാതെ RSSൻ്റെ സർസംഘചാലകരായിട്ടുള്ള മോഹൻ ഭഗവത് തന്നെ അവർ രാജ്യദ്രോഹികളല്ല,
അവരുയർത്തിയത് വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണെന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലൊരു പുതിയ അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ അവസ്ഥയുടെ ഭാഗമായി ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇത്തരത്തിൽ CJP എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം. കാരണം അതിൻ്റെ യഥാർത്ഥ കാരണക്കാരനായിട്ടുള്ള ഫൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യകാന്ത് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. ആ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആളുകളെ കോക്രോച്ച് എന്ന് വിളിച്ച ഒരു പരാമർശത്തിൽ നിന്നാണ് ഇതുണ്ടായത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നരേന്ദ്രമോദി വിളിച്ചിട്ടുള്ളതിൽ നിന്ന് ദിമാഗി ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 7 ലക്ഷം 8 ലക്ഷത്തോളം വരുന്ന വലിയ ഫോളോവേഴ്സിലേക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞ്. ഇന്നലെ രാവിലെ വരെ അത് വെറും 363K ആയിരുന്നു 7:20. അത് ഞാൻ തന്നെ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ നേട്ടമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി 5 ലക്ഷം കഴിഞ്ഞ് വൈകുന്നേരത്തോടുകൂടി 5 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതീവ നേട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള നേട്ടമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഭയം, ഇന്ത്യയെ ഗ്രസിച്ചിരുന്ന ഒരു ഭയം മാറിയിരിക്കുന്നു. ആളുകൾ വളരെ ധൈര്യത്തോടുകൂടി ഐ എം എ പ്രൗഡ്, ഈ പറയുന്ന പോലെ ദിമാഗി നക്സൽ എന്നൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ എം എ പ്രൗഡ് ദിമാഗി നക്സൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ 10 ലക്ഷം പേരും 1 കോടി പേരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ അറസ്റ്റ് ചെയ്യലോ അവരെ വേട്ടയാടലോ ഒന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതറിയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട കിരൺ റിജിജു, അദ്ദേഹം കേന്ദ്ര പാർലമെൻ്ററി കാര്യ മന്ത്രിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു പോസ്റ്റുമായിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്നതൊക്കെ മറ്റൊരർത്ഥത്തിലാണ്. പക്ഷേ ഈ പറയുന്ന ദിമാഗി ജനതാ പാർട്ടി എന്ന് പറയുന്ന ദിമാഗി നക്സൽ ജനതാ പാർട്ടി എന്ന് പറയുന്ന അവർ പറയുന്ന ഒരർത്ഥം എന്ന് പറയുന്നത് ചിന്തിക്കുക, ഗവേഷണം ചെയ്യുക, പ്രതിരോധിക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ ഇന്ത്യക്കാരനും ദിമാഗി ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ചില തമാശകളൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. കാരണം ദിമാഗ് എന്ന് പറയുന്നത് തലച്ചോറെന്നാണ്. അപ്പോൾ ചില ആളുകൾ ഈ പറയുന്ന പോലെ ഒരു ടെലിവിഷൻ ഡിബേറ്റിലിരുന്നത് ദിമാഗ് നക്സൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിന്നെ ദിമാഗ് ഉണ്ടാവില്ല, കാരണം തലച്ചോറുണ്ടാവില്ലല്ലോ എന്നുള്ളത് BJPയോട് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ അന്ധഭക്തരാണല്ലോ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ വെടിപൊട്ടിച്ച തന്നെ P. ചിദംബരമാണ്. P. ചിദംബരം പറഞ്ഞത് ഐ ആം പ്രൗഡ് ടു ബി എ ദിമാഗി നക്സൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അഭിമാനിക്കുന്നു ഒരു ദിമാഗി നക്സലായെന്നാണ്. രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനും അധിക്ഷേപിക്കാനുമുള്ള BJPയുടെ നിരാശയിൽ നിന്ന് ഉയർന്നിട്ടുള്ള പദമാണ് എന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതുപോലെ MA ബേബിയും മറ്റു പല ആളുകളും ഈ പറയുന്ന CJPയുടെ സൗരവ് ദാസ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില വിശദീകരണങ്ങളൊക്കെ തന്നെ കിരൺ റിജിജു നൽകിയിട്ടുണ്ട്. പക്ഷേ കിരൺ റിജിജുവിൻ്റെ എന്ത് തന്നെ വിശദീകരണങ്ങളായാലും ശരി, വലിയ തോതിലുള്ള ഫോളോവേഴ്സാണ് ഇതിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയോടുകൂടി ഇൻസ്റ്റാഗ്രാമിൽ അത് അവരുടെ ഈ പറയുന്ന അക്കൗണ്ട് തന്നെ കാണാതാവുകയും പിന്നീട് കുറച്ച് നേരങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഇന്ത്യയിൽ നടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭയമില്ലാത്ത ഒരു ഇന്ത്യ വന്നിരിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ ഏതെങ്കിലും പേരുകളിട്ട് നിങ്ങളെ വിളിച്ചാൽ അത് ഭരണകൂടം നിങ്ങളെ നോട്ടമിടുമെന്ന് പറയുന്ന ഒരു ഭയം ഈ സാധാരണ ഇന്ത്യക്കാരിലെ ഏറ്റവും ചെറിയ ആളുകൾ മുതൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുതൽ മുകളിലേക്കുള്ള വലിയ ആളുകൾക്ക് വരെ കരുത്ത് പകരാൻ കഴിയുന്ന കാര്യമുണ്ടായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് P. ചിദംബരവും ജയറാം രമേഷുമൊക്കെ തന്നെ ആക്രമിച്ചിട്ടുള്ളത്. ഇവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇൻകം ടാക്സ് അടക്കാത്ത, ED റെയ്ഡ് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത, ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ 30% വരുന്ന ലക്ഷക്കണക്കിനായിട്ടുള്ള യുവത്വമാണ് ഈ സമരങ്ങൾക്ക് പുറകിൽ എന്നുള്ളതും ഈ പറയുന്ന ഫോളോവേഴ്സായി കൂടുന്നതും എന്നുള്ളതാണ് ഇവർ ആശങ്കപ്പെടുന്ന ഒരു കാര്യം. കാരണം അവരെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിച്ച് ഭയപ്പെടുത്താൻ കഴിയില്ല. മുളവടികൾ കൊണ്ടിട്ടോ അതിൽ ആണി നിറച്ച വടികൾ കൊണ്ടിട്ടോ പെല്ലറ്റ് നിറച്ച തോക്കുകൾ കൊണ്ടോ ഒന്നും അവരെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഗവൺമെൻറ്റിന് കൃത്യമായി മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ തോതിൽ ഉള്ള ഏതൊരു വാക്കുകൾ പോലും സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് ബൂമറാങ്ങായി തിരിച്ചു വരും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാകുന്നത്. അതുകൊണ്ട് വലിയ പരുങ്ങലിലേക്ക് BJP എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതുപോലെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പോലും യഥാർത്ഥത്തിൽ നക്സൽ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ശക്തി ക്ഷയിച്ചിരുന്നു. കാരണം അവരുടെ ഉള്ളിലുണ്ടായിട്ടുള്ള പല പടലപ്പിണക്കങ്ങളും അതുപോലെ തന്നെ ആശയപരമായിട്ടുള്ള ദൃഢതയില്ലായ്മയും ഒക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിൽ അവരുടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തിരുന്നു, അവർ നേരിട്ടിരുന്നു. കൂടാതെ ചില സ്ഥലങ്ങളിലെങ്കിലും അവർക്ക് വേണ്ട ആവശ്യമുള്ള ചില ഡെവലപ്മെൻറ്റ്സുകളൊക്കെ എത്തിക്കാനൊക്കെ കുറച്ചെങ്കിലും ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ യാഥാർത്ഥ്യമാണ്. പിന്നെ സൈനിക പോലീസ് ഓപ്പറേഷനുകളൊക്കെ തന്നെ അവരെ വല്ലാതെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതറിയാം. കാരണം കഴിഞ്ഞ BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു 8 മെയ് 2025 തന്നെ പറയുന്നത് 213 പേർ അറസ്റ്റ് ചെയ്തു, 203 സറണ്ടർ ചെയ്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ റെഡ് ടെറർ എന്ന് പറഞ്ഞാൽ ഒരു ചുവപ്പ് ഈ പറയുന്ന പോലെ ഭീകരത അത് ക്രഷ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്.
പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അങ്ങനെയൊക്കെ ക്രഷ് ചെയ്തു, സായുധരായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ ക്രഷ് ചെയ്തു. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ ചിന്തിക്കുന്ന തലച്ചോറുള്ള നക്സലുകൾ, അതായത് ദിമാഗി നക്സൽസ്, അതാണ് തലച്ചോറിൽ ചിന്തിക്കുന്ന ആളുകൾ, അവരിപ്പോഴും എന്ത് ചെയ്തിരിക്കുന്നു, നമ്മുടെ നാടുകളിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആ ആളുകളെ BJP ഗവൺമെൻറ് ഭയപ്പെടുന്നു. കാരണം അവർ യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവരും വളരെ റാഷണലായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടണമെന്ന് വാശി പിടിക്കുകയും ഗവൺമെൻറ്റിനെ ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്നവരാണ്. ആ പ്രസ്ഥാനം പോലും ഇപ്പോൾ കത്തിപ്പടരുന്നു. യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും ആദ്യം അതിൻ്റെ ഫൗണ്ടർ ആരാണ് എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ആ ഫൗണ്ടേഷൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി ആയിത്തീരുന്നു. അതായത് 2 വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഒന്ന്, നേരത്തെ സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അദ്ദേഹം കാരണക്കാരനായിട്ട് CJP എന്ന് പറയുന്ന ഒരു ജനതാ പാർട്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് വലിയ മാറ്റങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ് നിർബന്ധിതരായി. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ ഒരു മന്ത്രിയെ തന്നെ അവർക്ക് കൈവിടേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങൾ അറിയേണ്ടത് BJPക്കകത്ത് തന്നെ വലിയ അഴിച്ചുപണി നടന്നിരിക്കുന്നു. 10-12 കൊല്ലത്തിലധികമായി തുടരുന്ന അമിത് മാളവിയ എന്ന് പറയുന്ന IT സെല്ലിൻ്റെ ചീഫിനെ തന്നെ അവർ എടുത്തു മാറ്റിയിരിക്കുന്നു. കാരണം BJP വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വലിയ ഫോളോവേഴ്സിനെയോ പുതിയ ജനതയെയോ ജൻസി ആളുകളെയോ ഒന്നും സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന കണ്ടെത്തലുണ്ടായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അട്ടപടലം ഇവരുടെ ആത്മവിശ്വാസം തകരുകയും വലിയ പ്രശ്നങ്ങളെ ഇവർ നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ സംഘപരിവാറിനകത്ത് പോലും ഞങ്ങൾ BJPയോടൊപ്പം നിന്ന് ഇതിനെ നേരിട്ടാൽ, പ്രതിരോധിച്ചാൽ ഞങ്ങളുടെ കൂടി വിശ്വാസ്യത പോകുമെന്നുള്ളത് കൊണ്ട് RSS അടക്കമുള്ള അവരുടെ മറ്റു സംഘടനകളടക്കമുള്ള ആളുകൾക്ക് പോലും ഈ പറയുന്ന ജെൻസിയോടും ജൻ ആൽഫയോടുമൊക്കെയുള്ള പ്രൊട്ടസ്റ്റിന് കൂടെ നിൽക്കേണ്ടി വരുന്നു. ജൻ ആൽഫയുടെയൊക്കെ വലിയ പ്രതിരോധത്തിലാണ്. ചില സ്കൂളുകളിൽ നല്ല ഭക്ഷണമില്ല എന്ന് പറഞ്ഞവർ റോഡ് ഉപരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ BJP ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിൽ സ്കൂളുകളിലെ പരിമിതമായ സൗകര്യങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരാവുകയും അവർ സമരത്തിനിറങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പമാണ് പ്രധാനമന്ത്രിയുടെ ദിമാഗി നക്സൽ ഒരു ബൂമറാങ്ങായി മാറുമോ എന്ന് പറയുന്ന സംശയം കേന്ദ്ര ഗവൺമെൻറ് വന്നുകൊണ്ടിരിക്കുന്നത് BJPക്കും.